ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ വളരെ ഈ രാഷ്ട്രീയ നിരീക്ഷകരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി സാധാരണക്കാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇന്ന് നമ്മളുടെ മീഡിയ കൊണ്ടൊരു വാർത്ത പോയത് ജിംസ് കണ്ടു കാണും. അതായത് ഒരു ചായക്കടക്കാരനോട് ഞാൻ സംസാരിക്കുകയാണ്. ഈ ചായക്കടക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ മോദിക്ക ലഹർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മോദി തരംഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോദി തരംഗമൊന്നുമില്ല. കാര്യം ഞാനിപ്പോൾ ഈ പാചകം ചെയ്തിട്ടിരിക്കുന്ന ഈ ചായ തിളപ്പിച്ചിട്ടിരിക്കുന്ന ഈ ഗ്യാസിന് ഇപ്പോൾ 1200 രൂപയാണ് സിലിണ്ടറിൻ്റെ വില. അത് നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് 400 രൂപയായിരുന്നു. അന്ന് ഇന്നത്തെ ഈ മന്ത്രി അമേഠിയിൽ മത്സരിക്കുന്ന സ്മൃതി ഇറാനി അടക്കം അവർ സിലിണ്ടർ തലയിൽ വെച്ചിട്ടുണ്ട് സിലിണ്ടറുമായി സമരം ചെയ്തുകൊണ്ട് വിലക്കയറ്റം എന്ന് പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇവരെന്ത് ചെയ്യുകയാണ് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായിട്ട് തന്നെ മാറുകയാണ്. മാത്രമല്ല ഇപ്പോൾ ചോദ്യപേപ്പർ ലീക്ക് വലിയ പ്രശ്നമാണ് യു പിയിൽ. കാര്യം ലക്ഷക്കണക്കിന് പേർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഇത് കോപ്പിഡിയിലേക്ക് പോകുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു പോകുന്നു. അതോടുകൂടി ആ തരത്തിലുള്ള പരീക്ഷ തന്നെ വേണ്ടാതെ വെക്കുന്നു. ഇത്തരത്തിൽ തൊഴിലില്ലായ്മ ഒരു ഭാഗത്തുണ്ട്, അതേപോലെ തന്നെ ഈ വിലക്കയറ്റം മറുഭാഗത്തുണ്ട്. ഇതെല്ലാം ജനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി താഴെത്തട്ടിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. സുമോദി സംസാരിച്ച ആളുകളൊക്കെ അതർവൈസ് ബി ജെ പി വോട്ടേഴ്സ് ആണോ? അതായത് 2014-ലും 2019-ലൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആളുകളാണ് ഇതൊക്കെ പറയുന്നത്. ഈ ഞാനിപ്പോൾ മുസഫർ നഗറിൽ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ തവണ ഞാൻ ബി ജെ പിക്കാണ് വോട്ട് ചെയ്തത് എന്ന് തുറന്ന് സമ്മതിച്ചു. അതിനുശേഷം അയാളുടെ സഹോദരനെ ചേർത്ത് നിർത്തി പറയുകയാണ് ഇതെൻ്റെ സഹോദരനാണ്, ബി ജെ പിയുടെ ബൂത്ത് ഏജന്റാണ്. പക്ഷേ ഇവിടെ വിലക്കയറ്റം ഇല്ല എന്നുള്ള കാര്യം പറയാൻ പറ്റുമോ? അതില്ല. പിന്നെ അവർ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ രാജ്പുത്തിനെ അവർ രാജ്പുത്ത് വിഭാഗത്തിലുള്ളവരാണ്, അവരെ വളരെയധികം അവഗണിക്കുന്നു. വി കെ സിംഗിന് സീറ്റില്ല, അങ്ങനെയുള്ള പല ആൾക്കാർക്കും അവരുടെ സീറ്റില്ല എന്നുള്ളത് കൂടി അവരുടെ ഒരു പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ തരത്തിലുള്ള രാഷ്ട്രീയം ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. നമുക്കിതിവിടെ നോക്കിക്കാണുമ്പോൾ അറിയാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മോദി തരംഗവുമില്ല, മോദി വിരുദ്ധ തരംഗവുമില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ ഈ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചർച്ചയാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണെന്നാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഒരു രാമക്ഷേത്രം പണിതു, അതും ഓക്കെ. ഇന്ന് അദ്ദേഹം ഈ വിനോദ് കുമാർ എന്ന് പറയുന്ന ആൾ അത് തന്നെ പറയുന്നത്. കാര്യം രാമക്ഷേത്രം പണിതു, അതൊക്കെ കൊള്ളാം. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ റൊട്ടി മക്കാൻ ഇതിന് എന്താണ് ഒരു മറുപടി എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ചോദിക്കുന്നത്. അതുകൊണ്ട് താഴെത്തട്ടിൽ ഈ തരത്തിലുള്ള തരംഗമുണ്ട് എന്നുള്ള മോദി വിരുദ്ധ തരംഗമില്ല, അതേ മോദി തരംഗവുമില്ല എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നത്. 2014-ലും 2019-ലും നമ്മൾ യു പിയിലും ബീഹാറിലും ഒക്കെ പോകുമ്പോൾ അവിടെ കാണുന്നത് ഈ സാധാരണ മൈക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ മോദി 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 എന്ന് വിളിച്ച് ഒരു കൂട്ടം ആൾക്കാർ വന്നു മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ സംസാരിക്കുകയാണ്. ഡൽഹി മെട്രോയിൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ഒരു യാത്രക്കാരൻ മറ്റ് യാത്രക്കാരനോട് മോദി എന്താണ് ചെയ്തത്, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സംസാരിക്കുകയാണ്. അതായത് നേരത്തെ ഈ ഗാസിയാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്ത് അന്ന് സംസാരിച്ചപ്പോൾ, ഒരു 2 വർഷം മുമ്പ് തന്നെ സംസാരിച്ചപ്പോൾ മോദി എന്ന് പറഞ്ഞു പോയി. കാര്യം മോദി എന്ന് പറയരുത്, മോദിജി എന്ന് പറയണമെന്ന് പറഞ്ഞ് അവന് വഴക്കിടുകയാണ് ചെയ്തത്. കാര്യം മോദി എന്ന് പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഇന്ത്യയെ മൊത്തം രക്ഷിക്കാൻ വന്ന ഒരു വലിയൊരു അവതാര പിറവി എന്ന രീതിയിലായിരുന്നു ആളുകൾ ഇതുവരെ കണ്ടിരുന്നത്. പക്ഷേ ഈ അവതാര പിറവിയുടെ ഒന്നും അല്ല, നമ്മളെപ്പോലെ തന്നെ സാധാരണ മനുഷ്യൻ, സാധാരണ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലേക്ക് മോഡി ഒരു ന്യൂട്രൽ ലെവലിൽ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം കാണുന്നത്. പക്ഷേ ഇതിന് എത്രത്തോളം ഇതൊരു വോട്ടാക്കി മാറ്റാം എന്നുള്ളതാണ് അടുത്തൊരു പ്രധാന പ്രശ്നം. കാരണം ഇപ്പോൾ 1ാം ഘട്ടവും 2ാം ഘട്ടവും നമ്മൾ ചർച്ച ചെയ്തിരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെയൊക്കെ ചർച്ച അമേഠിയിൽ ആരാണ്, റായ്ബറിയിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇന്നലെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എൻ്റെ വോട്ട് ആം ആദ്മിക്കാണ്, കേജ്രിവാളിന്റെ പാർട്ടി ജയിച്ചാൽ കോൺഗ്രസിനാണ് അതിന്റെ ഗുണം. അഖിലേഷ് യാദവും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒരേ വേദിയിൽ വളരെ ശക്തമായി തന്നെ അവർ മുന്നോട്ട് വരുന്നു. ഇന്ന് ഉണ്ടായൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇവരുള്ള സ്നേഹം കൊണ്ട് ആ വേദി പോലും വേദിയിലേക്ക് പോലും ബാരിക്കേഡുകൾ തകർത്ത് ആളുകൾ വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ആ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും യു പിയിൽ അഖിലേഷ് യാദവ് ഒറ്റക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ അഖിലേഷ് യാദവും ഒരുമിച്ച് മത്സരിക്കുന്ന ഈ ഒരു ഐക്യം ഇത് 1ാം ഘട്ടം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ഈ ജനകീയ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരു 1ാം ഘട്ടം 2ാം ഘട്ടത്തിലൊക്കെ പ്രതിഫലിച്ചിരുന്നെങ്കിൽ കൂടുതൽ പ്രയോജനം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കാണുന്നതാണ് ഈ ഡൽഹിയോട് ചേർത്ത് ഹരിയാനയോട് ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ് നടത്തിയത്. നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന 14ഇടത്തിൽ 13ഇടത്തും ബി ജെ പി ജയിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും കുറേ കൂടി ഒരു ഐക്യവും ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നത് കാര്യത്തിലും ഈ ഇന്ത്യ മുന്നണി കുറച്ചുകൂടി സുമോദ് ഒരു കാര്യം കൂടി, തെരഞ്ഞെടുപ്പ് ഫലം തന്നെ
യു പിയിൽ തങ്ങൾ നേട്ടമുണ്ടാക്കുമെന്ന് ഇന്ത്യ മുന്നണിയും പ്രത്യേകിച്ച് കോൺഗ്രസും പറയാനുള്ള ഒരു കാരണം അവരുടെ ഇൻസൈഡേഴ്സ് പറയുന്നത് ഈ യോഗി ഫാക്ടർ അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ്. ഈ യോഗി ഫാക്ടർ എന്താണ് യഥാർത്ഥത്തിൽ യു പി? യോഗി ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ലഖിംപൂർ ഖേരിയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു. കാര്യം ലഖിംപൂർ ഖേരിയിൽ 8 നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷേ അതിനുശേഷം അവിടെ 8 ജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അതായത് ഈ അജയ് മിശ്ര എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അയാൾ രാജിവെക്കണം, കാരണം അയാളുടെ മകനാണ് ഇതിൻ്റെ ആശിഷ് മിശ്രയാണ് ഇത് വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അജയ് മിശ്രയോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അജയ് മിശ്ര പറയുന്നത് ഇതാണ്: കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 മണ്ഡലങ്ങളിലും ഇവിടെ നമ്മളാണ് ജയിച്ചത്, അതുകൊണ്ട് ഇതൊരു വിഷയമാവില്ലെന്നാണ്. പക്ഷേ ഈ കർഷകരോട് തന്നെ നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നത് ഇത് ഞങ്ങൾ നിയമസഭയിൽ 2022 വോട്ട് ചെയ്തത് യോഗിക്കാണ്, ഇവിടുത്തെ ഒരു സമാധാനം പ്രസ്താവിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഉണ്ടായിരുന്നത് യോഗിക്കാണ്, അതുകൊണ്ട് യോഗിക്കുള്ള വോട്ടാണ്, അത് തെറ്റിദ്ധരിക്കരുത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക്, അടുത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിയുമ്പോൾ 75 വയസ്സ് പൂർത്തിയാകുന്ന നരേന്ദ്രമോദിക്ക് പകരക്കാരനായി അവിടുത്തെ ജനങ്ങൾ കണ്ടിരുന്നത്, അന്ന് ഉയർത്തിക്കാട്ടിരുന്നത് യോഗി വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു, അതായത് പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ തരത്തിലുള്ളൊരു കെജ്രിവാളിൻ്റെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനും അതിനുശേഷവുമുള്ള ഒരു ചലനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിൽ നടത്തിയതിൻ്റെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ യു പിയിൽ പോകുന്നത്. പക്ഷേ യു പിയിലെ ചെറിയ ചായക്കടകളിൽ പോലും, ചെറിയ കടകളിൽ പോലും ഈ യോഗി ഇനി പ്രധാനമന്ത്രിയാകുമോ എന്നുള്ളൊരു കാര്യം വലിയ ചർച്ച തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് യോഗിക്കിട്ട് ഈ BJP നേതൃത്വം അല്ലെങ്കിൽ നരേന്ദ്രമോദി നേതൃത്വം, ഈ അമിത്ഷാ നേതൃത്വം ഏതോ തരത്തിലുള്ള ഒരു അദ്ദേഹം അധികാരത്തിൽ എത്താതിരിക്കാൻ വേണ്ടിയുള്ള എന്തോ തരത്തിലുള്ള ഒരു പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിമാരെ നിരന്തരം മാറ്റുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ ഉത്തരാഖണ്ഡിൽ തന്നെ ഒരു 3 മുഖ്യമന്ത്രിമാരാണ് 5 വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതൊരു തിരിച്ചടിയാകുമോ എന്നുള്ളൊരു കാര്യം BJPയിൽ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു കളം മാറ്റുന്നതിനുള്ള ചർച്ചയ്ക്ക് ഒരു അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 3ാം ഘട്ടം തൊട്ട് തന്നെയാണ് വളരെ ശക്തമായ പോരാട്ടം ഇന്ത്യ മുന്നണിയും അതേപോലെ തന്നെ BJPയും തമ്മിൽ നടത്തുന്നത്. അതാണ് യു പിയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നത്.